ഒരു കിടിലൻ സിനിമയുടെ ലാലേട്ടൻ വന്നിരിക്കുകയാണ് തിരിച്ച് തിയേറ്ററുകളിലോട്ട്, ബിഗ് സ്ക്രീനിലോട്ട്. എമ്പുരാൻ സിനിമയ്ക്ക് ശേഷം മറ്റൊരു കിടിലൻ രോമാഞ്ചിഫിക്കേഷൻ സിനിമയായിട്ട് വന്നിരിക്കുകയാണ് ലാലേട്ടൻ തുടരും എന്ന് പറഞ്ഞ സിനിമയിലൂടെ. തരുൺ മൂർത്തി കോംബോ എന്നൊക്കെ പറഞ്ഞാല് എന്റെ മോനെ ഇജാതി കോംബോ ആവുന്ന ആരും പ്രതീക്ഷ കാണത്തില്ല. തിയേറ്ററുകളിൽ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഒരു ഫാമിലി എന്റർടൈനർ, ഒരു അടിപൊളിയായിട്ട് ഫീൽ ഹുഡിൽ പോവായിരുന്നു സിനിമ. പിന്നെ അങ്ങ് സിനിമ സെക്കൻഡ് ഹാഫിലോട്ട് പിന്നെ സിനിമ ട്രാക്ക് അങ്ങ് മാറി ഒരു കിഡിലൻ സിനിമയിൽ മാറുകയാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് പോവുകയാണെങ്കിൽ ലാലേട്ടനൊക്കെ ആ ഒരു എലിവേഷൻ പുള്ളിയൊക്കെ എന്നാ ലെവലാന്ന് കാണിച്ചു കൊടുത്തൊരു സിനിമയും കൂടിയാണ്. അതും ഇത്രയും വർഷങ്ങളായിട്ട് പുറത്തിറങ്ങി അദ്ദേഹത്തിന്റെ ഒരു കഴിഞ്ഞ വർഷം സിനിമ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സിനിമയിൽ കാണാൻ പോകുന്ന ലാലേട്ടനെ പറഞ്ഞാൽ അദ്ദേഹം ആരാണ്, അദ്ദേഹത്തോട് എന്തൊക്കെ പറ്റുന്നത് തെളിയിക്കുന്ന ഒരു സിനിമ തന്നെയാണ് തുരം എന്ന് പറഞ്ഞ സിനിമ. ഈവൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ജേക്സ് വിജയൊക്കെ എന്നെ പണി ചെയ്തിട്ട് അടിപൊളിയായിട്ടാണ് സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ബീജിയം ആണെങ്കിലും സോങ് ആണെങ്കിലും ഒരു അടിപൊളി ബീജിയം ബാക്ക്ഗ്രൗണ്ട് സ്കോർ സംഭവമാണ് ഈ പുള്ളി ഇത് സിനിമയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡയറക്ടർ പുള്ളി ഒരു കാട്ട ഫാൻ ബോയ് അതുകൊണ്ട് അടിപൊളിയായിട്ടാണ് സിനിമയിൽ അദ്ദേഹം പ്രസന്റ് ചെയ്തിരിക്കുന്നത് ലാലേട്ടനെ. ഈവൻ പല സിനിമകളുടെ അദ്ദേഹത്തിന്റെ റെഫറൻസ് അതുപോലെ തന്നെ അടിപൊളിയായിട്ടാണ് സിനിമയിൽ ആ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ തരുൺ മൂർത്തിയുടെ സിനിമയില്. ഈവൻ ശോഭന ചേച്ചി കോംബോ ആണെങ്കിൽ പോലും പുള്ളിക്കാരിനെ പിന്നെയും കൊണ്ടുവന്നിരിക്കുകയാണ് ബിഗ് സ്ക്രീനിലുള്ള ലാലേട്ടൻ നായികയായിട്ട്. അത് മാത്രമല്ല സിനിമയിൽ മറ്റു കാസ്റ്റ് ആണെങ്കിലും അടിപൊളിയാണ്. കാസ്റ്റ് എന്ന് പറയുമ്പോൾ വില്ലൻ ഒരു രക്ഷയില്ലാത്ത വില്ലനെ കൊണ്ടുവന്നിരിക്കുകയാണ് മലയാളത്തിലോട്ട്. അടിപൊളി വില്ലൻ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു എലിവേഷൻ വില്ലൻ. ഇത്രയും നാൾ എവിടെയായിരുന്നു ഈ പുള്ളി? അങ്ങേ ലെവൽ വില്ലനാണ് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ആ ഒരു വില്ലന്റെ ആ ഒരു അങ്ങേ ലെവൽ അഭിനയം, ആ വില്ലന്റെ ഒരു ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ സിനിമയിൽ നമുക്ക് ഒരു പരിധി വരെയായിട്ട് സിനിമയിൽ സെക്കൻഡ് ഹാഫ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരു ആക്ഷൻ, ഫൈറ്റ്, അതുപോലെ തന്നെ മിസ്റ്ററി, അതുപോലെ തന്നെ ഒരു ഫാമിലി, ഒരു പക്ക എല്ലാ ജേണറും ഉണ്ട് ഈ സിനിമയിൽ. നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയായിട്ട് അത്രയും എന്റർടൈനിങ് സിനിമ തന്നെയാണ്. തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു സിനിമ പ്രോമിസിങ് ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ സിനിമയില് സിനിമയിലെ ദൃശ്യം കൺട്രോൾ കൺട്രോൾ സി വരുന്നുണ്ട് ഒരു ചെറിയ സ്ഥലത്തൊക്കെ ആയിട്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒപ്പം വൈബും സിനിമ പല ഇടങ്ങളിലായിട്ടേക്ക് തരും, ചെറിയ ഇടങ്ങളിലൊക്കെ ആയിട്ട്. അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടെന്നല്ലാതെ സിനിമ പക്ക ലെവല് ഫാൻ ബോയ് സിനിമ തന്നെയാണ്. തിയേറ്ററിൽ മസ്റ്റ് വാച്ച് തന്നെയാണ്. വിഷ്വൽസ് നോക്കുകയാണെങ്കിലും ഒരു 2-3 വിഷ്വൽസ് ഉള്ള നല്ലൊരു സംഭവം സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് അവര്. ഈവൻ സിനിമയുടെ സ്റ്റോറി അവര് കഥയാണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും എല്ലാ രീതിയിലും എന്തൊക്കെ നോക്കുകയാണെങ്കിലും നല്ലൊരു സിനിമ തന്നെയാണ് ലാലേട്ടന്റെ ഈ വന്നിരിക്കുന്ന തുടരും എന്ന് പറഞ്ഞ സിനിമ. എംപുരാനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളി കംബാക്ക് എന്നൊക്കെ പറഞ്ഞ് ഇതാണ് അങ്ങേ ലെവലിൽ കംബാക്ക് വന്നിരിക്കുകയാണ് ലാലേട്ടൻ. എംപുരാൻ സിനിമയിൽ നല്ലൊരു സിനിമ ആയിരുന്നു, അത്ര മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കൂടുതലും സ്ക്രീൻ പ്ലേസ് ഒന്നും നമ്മുടെ ലാലേട്ടൻ ആ ഒരു സിനിമയിൽ കൊടുത്തില്ല. പക്ഷേ ഈ ഒരു സിനിമയിലെ കിഡിലനായിട്ടാണ് ലാലേട്ടനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ലാലേട്ടന്റെ അങ്ങേ ലെവൽ ആക്ടിങ്, അദ്ദേഹം ആരാണ് ഞാൻ പറഞ്ഞത് വീണ്ടും പറയുകയാണ്, അത്രയും അങ്ങേ ലെവല് മാരക സാധനമായിട്ട് വന്നിരിക്കുകയാണ് ലാലേട്ടന്റെ തുടരും എന്ന് പറഞ്ഞ സിനിമയിൽ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ബോക്സ് ചെയ്യപ്പെടുക. കാത്തിരിക്കും നമുക്ക് മറ്റൊരു കിഡിലൻ സിനിമയുടെ റിവ്യൂ ആയിട്ട്. സ്റ്റോക്ക് സൈനിങ് ഓഫ്. എന്തായാലും ഒരുപാട് ഇഷ്ടമായി ലാലേട്ടൻ ഇങ്ങനത്തെ സിനിമയിൽ കണ്ടിട്ട്. ഹലോ ഹലോ ഹലോ